ദൈവനാമത്തിൽ സ്നേഹവന്ദനം. യെശയ്യാ പ്രവാചക പുസ്തക പഠനം അതിൻ്റെ 8ാമത്തെ അവതരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. യെശയ്യാ പ്രവാചകൻ 8ാമത്തെ അവതരണത്തിലാണ് നാം നിൽക്കുന്നത്. നാം പഠിക്കുവാൻ ചിന്തിക്കുവാൻ ആരംഭിച്ചത് 2, 3, 4 അധ്യായങ്ങൾ, 4-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം വരെ. ഈ 3 അധ്യായങ്ങളിൽ നിന്ന് നമ്മൾ കാണാൻ കഴിയുന്നത് 3 യെരുശലേമുകളെ കുറിച്ചാണ്. ആദ്യത്തേത് മാതൃകാപരമായ, ശ്രേഷ്ഠമായ, ഏറ്റവും കേമമായ ഇസ്രായേൽ അല്ലെങ്കിൽ യെരുശലേം. രണ്ടാമത്, യഥാർത്ഥത്തിൽ ഈ കാര്യങ്ങൾ യെശയ്യാ പ്രവചിക്കുമ്പോൾ എപ്രകാരമുള്ള യഥാർത്ഥത്തിലുള്ള ഇസ്രായേലാണ് യെശയ്യാവിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. മൂന്നാമത്, 4-ാം അധ്യായത്തിൽ വരുമ്പോൾ വീണ്ടെടുക്കപ്പെട്ട യെരുശലേമിനെ കുറിച്ച് പറയും. ഈ ക്ലാസ് 4-ാം അധ്യായത്തിൻ്റെ 6 വാക്യങ്ങൾ വരെ പൂർത്തിയാക്കിയതിന് ശേഷം ഈ 3 അധ്യായങ്ങളിൽ നമ്മൾ പഠിച്ച സുപ്രധാന വിഷയങ്ങളിലേക്ക് മടങ്ങി വരുന്നതാണ്. അപ്പോൾ നാം കണ്ടത് ആദ്യത്തെ രണ്ടാം അധ്യായത്തിൽ മാതൃകാപരമായ യെരുശലേം, തുടർന്ന് യഥാർത്ഥത്തിലുള്ള യെരുശലേം. ഇപ്പോൾ നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് വീണ്ടെടുക്കപ്പെട്ട യെരുശലേമിനെ കുറിച്ചാണ്. യെശയ്യാ പ്രവചന പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 2 മുതൽ 6 വരെയുള്ള വാക്യങ്ങളാണ് ഇതിന് ആധാരമായ വാക്യങ്ങൾ. 5 വാക്യങ്ങൾ മാത്രമുള്ളത് കൊണ്ട് അതൊന്ന് വായിക്കാം. യെശയ്യാവ് 4, 2 മുതൽ 6 വരെ. അന്നാളിൽ യഹോവയുടെ മുള ഭംഗിയും മഹത്വവും ഉള്ളതും ഭൂമിയുടെ ഫലം ഇസ്രായേലിലെ രക്ഷിതഗണത്തിന് മഹിമയും അഴകുമുള്ളതും ആയിരിക്കും. കർത്താവ് ന്യായവിധിയുടെ കാറ്റുകൊണ്ടും ദഹനത്തിൻ്റെ കാറ്റുകൊണ്ടും സിയോൻ പുത്രിമാരുടെ മലിനത കഴുകിക്കളയുകയും യെരുശലേമിൻ്റെ രക്തപാതകം അതിൻ്റെ നടുവിൽ നിന്ന് നീക്കി വെടിപ്പാക്കുകയും ചെയ്ത ശേഷം സിയോനിൽ മിഞ്ചിയിരിക്കുന്നവനും യെരുശലേമിൽ ശേഷിച്ചിരിക്കുന്നവനും, ഇങ്ങനെ യെരുശലേമിൽ ജീവനുള്ളവരുടെ കൂട്ടത്തിൽ പേരെഴുതിയിരിക്കുന്ന ഏവനും തന്നെ വിശുദ്ധൻ എന്ന് വിളിക്കപ്പെടും. യഹോവ സിയോൻ പർവ്വതത്തിലെ സകല വാസസ്ഥലത്തിന്മേലും അതിലെ സഭായോഗങ്ങളിൽ മേലും പകലിനൊരു മേഘവും പുകയും രാത്രിക്ക് അഗ്നിജ്വാലയുടെ പ്രകാശവും സൃഷ്ടിക്കും. സകല തേജസ്സിന് മീതെ ഒരു വിധാനമുണ്ടായിരിക്കും. പകൽ വെയിൽ കൊള്ളാതിരിപ്പാൻ തണലായും കൊടുങ്കാറ്റും മഴയും തട്ടാതിരിപ്പാൻ സങ്കേതവും മറവിടവുമായും ഒരു കൂടാരം ഉണ്ടായിരിക്കും. ഇപ്പം 4-ാം അധ്യായത്തിൻ്റെ 2 മുതൽ 6 വരെയുള്ള വേദഭാഗമാണ് നാം വായിച്ച് കേട്ടത്. ഈ ഭാഗം ആരംഭിക്കുന്നത് 2-ാം അധ്യായം ആരംഭിച്ചതുപോലെ തന്നെയാണ്. 2-ാം അധ്യായത്തിൽ യഹോവയുടെ ആലയമുള്ള പർവ്വതം കുന്നുകൾക്ക് മീതെ ഉന്നതവും എന്നൊക്കെ ആയിരിക്കുന്നു പറഞ്ഞതുപോലെ ഇവിടെയും അതിന് തുല്യമായ പ്രയോഗമാണ് അവതരിപ്പിക്കുന്നത്. കാരണം ഇത് മശിഹായുടെ സ്വഭാവത്തെ പരാമർശിക്കുന്ന വേദഭാഗമാണ്. മശിഹയുടെ സ്വഭാവത്തെ പരാമർശിക്കുന്ന വേദഭാഗമാണ് 4-ാം അധ്യായത്തിൽ 2 മുതൽ 6 വരെയുള്ള വേദഭാഗം. പൊതുവായിട്ട് ഈ വേദഭാഗം പഠിപ്പിക്കുന്നത് വളരെ വ്യക്തമാണ്. അതായത് കർത്താവ് വാഗ്ദാനം ചെയ്യുകയാണ് ഇസ്രയേലിൻ്റെ വിടുതൽ, ഇസ്രയേലിൻ്റെ വിമോചനം. അപ്പം അത് ഇസ്രയേലിനെ ശുദ്ധീകരിക്കും, പുനഃസ്ഥാപിക്കും, സംരക്ഷിക്കും. തൻ്റെ ജനത്തെ ദൈവം എന്നും ശുദ്ധീകരിക്കുകയും പുനഃസ്ഥാപിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുമെന്ന് പറയുന്നു. അപ്പോൾ ഇതിവിടെ അസീറിയ എന്നൊരു രാജ്യം ഇവരെ ആക്രമിക്കാൻ വരുന്ന പശ്ചാത്തലം പുറകിലുണ്ട്. ആ സമയത്ത് ദൈവം തൻ്റെ ജനത്തെ സംരക്ഷിക്കുമെന്ന ആശയം ഇവിടെയുണ്ട്. പക്ഷെ അത് ഉപയോഗിച്ചുകൊണ്ട് ദൈവം പറയുകയാണ് തൻ്റെ ആത്മീക രാജ്യമായ തൻ്റെ ജനത്തെ ദൈവം എങ്ങനെയാണ് സംരക്ഷിക്കുന്നത്. 2-ാം വാക്യത്തിൽ, പ്രത്യേകിച്ച് ഈ 4-ാമത്തെ 2-ാം വാക്യത്തിൽ കാണുന്ന യഹോവയുടെ മുള എന്നൊരു പ്രയോഗമുണ്ട്. യഹോവയുടെ മുള അത് ഭാവിയിൽ വരാൻ പോകുന്ന ഭരണാധികാരിയെ പരാമർശിക്കുകയാണ്, ഒരു അധികാരിയെ പരാമർശിക്കുകയാണ്. ദാവീദിൻ്റെ വേരിൽ നിന്ന് പുറപ്പെടുന്ന ഒരു മുള. അത് നമുക്ക് യെരമ്യാ പ്രവചന പുസ്തകത്തിൽ നമുക്കത് വായിക്കാൻ കഴിയും. അപ്പോൾ ഇവിടെ യഥാർത്ഥ അർത്ഥം എന്ന് പറയുന്ന മുള എന്ന് പറഞ്ഞാൽ ഒരു വളർച്ച, ഒരു മുള, ഒരു ആരംഭം. മുള എന്ന വാക്ക് മശിഹായെക്കുറിച്ച്, മശിഹയുടെ രാജകീയമായ പൗരോഹിത്യ ഭരണത്തെക്കുറിച്ച് പറയാൻ വേണ്ടി ബൈബിളിൽ ഉപയോഗിച്ചിട്ടുള്ളൊരു പ്രയോഗമാണ്. യെശയ്യാ പ്രവചന പുസ്തകത്തിൻ്റെ 23-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യം ഇങ്ങനെ വായിക്കാം: ഞാൻ ദാവീദിന് നീതിയുള്ളൊരു മുളയായവനെ ഉത്ഭവിപ്പിക്കുന്ന കാലം വരും. അവൻ രാജാവായി വാണ് ബുദ്ധിയോടെ പ്രവർത്തിച്ച് ദേശത്ത് നീതിയും ന്യായവും നടത്തും. അപ്പോൾ ദാവീദിൻ്റെ വേരിൽ നിന്ന് വരുന്ന മുള എന്ന് പറയുന്ന മശിഹായെക്കുറിച്ചാണ്. അത് യെരമ്യാ 33:15 സക്കറിയാവ് 3:8 സക്കറിയാവ് 6:12. അപ്പോൾ മുള എന്ന പ്രയോഗം ഒരു മശിഹാ പ്രയോഗമാണ്. അപ്പോൾ മാത്രമല്ല യെശയ്യാവ് 4-ാം അധ്യായത്തിൽ പറയുന്നത്, ഇപ്പോൾ ആ ഭൂമിയുടെ ഫലം എന്ന വാക്കിവിടെ ഉപയോഗിച്ചിരിക്കുന്നു. ഭൂമിയുടെ ഫലം
അപ്പോൾ എന്ന് പറയുമ്പോൾ അവിടെ പറയുന്നത് ഇതൊരു ആത്മീക അർത്ഥമാണ്. കാരണം മശിഹയുടെ ഭരണകാലത്ത് അനുഗ്രഹമുണ്ടാകുമെന്ന അർത്ഥമാണ്. മാത്രമല്ല രക്ഷിതഗണം എന്ന വാക്ക്, രക്ഷിതഗണത്തിന് മഹിമയും അഴകും. ഞാൻ വായിക്കുന്നത് യെശയ്യാവ് 4:2 ഞാൻ നേരത്തെ പറഞ്ഞു, സമയം കഴിയുമെങ്കിൽ ബൈബിൾ തുറന്നു വെച്ച് ആ വാക്കുകളൊന്ന് കാണുക. അപ്പോൾ രക്ഷിതഗണത്തിന് മഹിമയും അഴകുമുള്ളതായിരിക്കുന്നവർ. രക്ഷിതഗണം എന്ന് പറയുന്നത് അത് ദൈവത്തിങ്കിലേക്കും മാനസാന്തരത്തിലേക്കും മടങ്ങി വരുന്ന ഒരു ചെറിയ സമൂഹത്തെക്കുറിച്ചാണ്. ആ വാക്ക് ബൈബിളിൽ പല സമയത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. ശേഷിപ്പ് എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നതും അത് തന്നെയാണ് എന്ന് കാണാൻ സാധിക്കും. അതായത് ഈ പലതരത്തിലുള്ളതായ ആക്രമണങ്ങൾ നേരിട്ടതായ ഇസ്രായേൽ ജനത, അത് അവിടെ 8-ാം നൂറ്റാണ്ടിൽ BC 8-ാം നൂറ്റാണ്ടിൽ പലതരത്തിലുള്ള ആക്രമണം നേരിട്ട ഒരു ഇസ്രായേൽ ജനതയുടെ നടുവിൽ നിന്ന്, ഈ ഭയാനകമായ അന്തരീക്ഷ നടുവിൽ നിന്ന് രക്ഷിക്കപ്പെട്ട ഒരു ചെറിയ സമൂഹമുണ്ട്. അത് പിന്നീട് യെശയ്യാവ് 36-37 യെശയ്യാവ് അത് പറയും. അപ്പം അതാണ് അവരെ കൂടി ഉദ്ദേശിക്കുകയാണ്. അതോടൊപ്പം ആത്മീകമായി രക്ഷിതഗണം. 4-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, അവിടെ വാക്കിൽ നമ്പറുകളിൽ വ്യത്യാസമുണ്ടാകാം. അപ്പം യെരുശലേമിന്റെ രക്തപാതകൻ നടുവിൽ നിന്ന് നീക്കിക്കളപ്പാക്കുകയും സിയോനിൽ മിഞ്ചിയിരിക്കുന്നവനും യെരുശലേമിൽ ശേഷിച്ചിരിക്കുന്നവനും, മിഞ്ചിരിക്കുക എന്ന് പറഞ്ഞാൽ അവശേഷിക്കുക, ശേഷിച്ചിരിക്കുന്നവനും, അത് വിശ്വസ്തരായ ഒരു ശേഷിപ്പിനെ കുറിച്ചാണ് യെശയ്യാപ്രവചന പുസ്തകത്തിൽ വളരെയധികം തവണ കാണുന്നൊരു വാക്കാണ് ശേഷിപ്പ് എന്ന വാക്ക്. അത് 10-ാം അധ്യായം 20 മുതൽ 22 വരെ, 11-ാം അധ്യായം 11 മുതൽ 12 വരെ, 37-ാം അധ്യായം 30 മുതൽ 35 വരെ, 49-ാം അധ്യായം 22 മുതൽ 23 വരെ എല്ലാം ഈ ശേഷിപ്പ് എന്ന വാക്ക് കാണും. അവരെ പറയുന്നത് എന്താണ്? അവശേഷിച്ചിരിക്കുന്നത്. അവിടെ താഴോട്ട് വരുമ്പോൾ 4-ന്റെ അവസാനത്തിൽ പേരെഴുതിക്കുന്ന ഏവനും തന്നെ വിശുദ്ധൻ എന്ന് വിളിക്കപ്പെടും. അവരെ വിശുദ്ധൻ എന്ന് വിളിക്കപ്പെടും. അപ്പം ഇസ്രായേലിന്റെ വിശുദ്ധനായ ദൈവം തൻ്റെ ജനത്തോട് ആവശ്യപ്പെടുന്നത് താൻ വിശുദ്ധനായിരിക്കുന്ന പോലെ തൻ്റെ ജനവും വിശുദ്ധരായിരിക്കണമെന്നാണ്. അത് ദൈവത്തിൻ്റെ നിർബന്ധമാണ്. അത് നിയമത്തിലും കാണാം, ദൈവീയ പുസ്തകത്തിലും കാണാം. വിശുദ്ധി എന്ന് പറയുമ്പോൾ ലോകത്തു നിന്ന് വേർപെട്ട് ദൈവത്തിൻ്റെ വേലയ്ക്കായി തന്നെ സമർപ്പിക്കപ്പെട്ട അവസ്ഥയാണ് വിശുദ്ധൻ എന്ന് പറയുന്നത്. കൂടാതെ 4-ാമത്തെ വാക്യത്തിൽ പേരെഴുതിയിരിക്കുന്ന ഒരു പ്രയോഗം കാണാം. പേരെഴുതിയിരിക്കുന്നവർ എന്ന് പറയുമ്പോൾ അതും ബൈബിളിൽ പലയിടത്തും കാണാൻ കഴിയുന്ന ഒരു പ്രയോഗമാണ്. ജീവപുസ്തകത്തിൽ പേരെഴുതുക. ദൈവത്തിന് തൻ്റെ ജനത്തെ നന്നായി അറിയാമെന്ന് കാണിക്കുകയാണ്. അത് സങ്കീർത്തനം 69:28, ദാനിയേലിൻ്റെ പുസ്തകം 12:1, മാലാഖയുടെ പുസ്തകം 3:16, പുതിയ നിയമത്തിൽ ലൂക്കോസ് 10:20. കർത്താവ് യേശു ഈ 70 അയച്ചെടുത്ത് അവർ തിരിച്ചു വരുമ്പോൾ യേശു ക്രിസ്തു അവരോട് വ്യക്തമായി പറയും, നിങ്ങളുടെ മുമ്പിൽ ഭൂതങ്ങൾ കീഴടങ്ങുന്നതിലല്ല, നിങ്ങൾ വാസ്തവത്തിൽ സന്തോഷിക്കേണ്ടത് നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിനെ കുറിച്ചാണ്. അത് ഫിലിപ്പ് ലേഖനം 4:3 ജീവപുസ്തകത്തിൽ പേരുള്ളവരെ കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ പറയും. അപ്പോൾ ഇത് വളരെ വ്യക്തമായി പണ്ട് തന്നെ പല രാജ്യങ്ങളിലെ പൗരന്മാരുടെ പേരുകൾ എഴുതി ഒരു രജിസ്റ്ററിൽ സൂക്ഷിക്കുന്ന പതിവുണ്ടായിരുന്നു. എന്നതുപോലെ ഇവിടെ പറയുന്ന ആശയം എന്താണ്? കർത്താവിനറിയാം തൻ്റെ ജനമാരാണ്. നമുക്കറിയാൻ പറ്റില്ല, ഗോതമ്പിൻ്റെ ഇടയ്ക്ക് കളയുമുള്ള ഈ കാലത്ത് നമുക്കറിയാൻ പറ്റില്ല. പക്ഷെ കർത്താവിനറിയാം തൻ്റെ ജനമാരാണ്. അപ്പം പേരെഴുതുക എന്ന് പറയുന്ന അർത്ഥം ഇതാണ്. കൂടാതെ ഇവിടെ പറയുന്നത് യെരുശലേം അവരുടെ പാപങ്ങളിൽ നിന്ന് ദൈവരെ വിശദീകരിച്ച ശേഷം കർത്താവ് അവർക്കൊരു സംരക്ഷണം ഒരുക്കും. 4-5 വാക്കുകൾ ഒന്നുകൂടെ വായിക്കാം. സിയോനിൽ മിഞ്ചിയിരിക്കുന്നവൻ, യെരുശലേമിൽ ശേഷിച്ചിരിക്കുന്നവൻ, ഇങ്ങനെ യെരുശലേമിൽ ജീവനുള്ളവരുടെ കൂട്ടത്തിൽ പേരെഴുതിയിരിക്കുന്ന ഏവനും തന്നെ വിശ്വസ്തനെന്ന് വിളിക്കപ്പെടും. യഹോവ സിയോൻ പർവ്വതത്തിലെ സകല വാസസ്ഥലത്തിന്മേലും അല്ലെ സഭായോഗങ്ങളിന്മേലും പകലിനൊരു മേഘവും പുകയും രാത്രിക്ക് അഗ്നിജ്വാലയുടെ പ്രകാശവും സൃഷ്ടിക്കും. സകല തേജസ്സിനും ഇതൊരു വിധാനമുണ്ടായിരിക്കും. പകൽ വെയിൽ കൊള്ളാതിരിപ്പാൻ തണലായും കൊടുങ്കാറ്റും മഴയും തട്ടാതിരിപ്പാൻ സങ്കേതവും മറുവിടവുമായും ഒരു കൂടാരമുണ്ടായിരിക്കും. ദൈവം തൻ്റെ ജനത്തെ സംരക്ഷിക്കും എന്നുള്ള സത്യമാണ് അവിടെ പറയുന്നത്. വിധാനം എന്ന വാക്ക്, മേലാപ്പ് എന്ന വാക്ക്. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട യെശയ്യാപ്രവചന ഒരു വാക്കോടെ ഉപയോഗിക്കും. സൃഷ്ടിക്കും എന്ന വാക്ക് 5-ാം അധ്യായത്തിൻ്റെ അവസാനം കാണാം. അഗ്നിജ്വാലയുടെ പ്രകാശവും സൃഷ്ടിക്കും എന്ന വാക്ക്, അത് വളരെ ദൈവികമായൊരു വാക്കാണ്. യെശയ്യാവ് ആ വാക്കാണ് ഇവിടെ ഉപയോഗിച്ചത്. കാരണം ദൈവത്തിൻ്റെ പ്രവൃത്തിയെ കാണിക്കുകയാണ്. ദൈവം തന്നെ ജനത്തെ സംരക്ഷിക്കാനുള്ള സംവിധാനം ദൈവം സൃഷ്ടിക്കും. അത് വളരെ പ്രത്യേകമായി ദൈവികമായ പ്രവൃത്തിയെ പരാമർശിക്കാൻ കാണിക്കുന്ന വാക്കാണ് ബൈബിളിൽ. 40-ലധികം തവണ പഴയമത്തിലെ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും അധികം ഉപയോഗിച്ചുള്ളത് യെശയ്യാ പ്രവാചകനാണ്. ക്രിയേറ്റ്, സൃഷ്ടിക്കുമെന്ന വാക്ക്, അതൊരു ദൈവിക പ്രവൃത്തിയെ കാണിക്കാനാണ്. അത് ഒരു ദൈവം പുതുതായിട്ടൊരു കാര്യം ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് പരാമർശിക്കും. ഇവിടെ വ്യക്തമായിട്ട് ദൈവത്തിൻ്റെ പ്രവൃത്തി എന്താണ്? ദൈവം ഇസ്രായേലിന് വേണ്ടി സംരക്ഷണമൊരുക്കും, അവർക്ക് രക്ഷയൊരുക്കും. ദൈവമാണിത് ചെയ്യുന്നത്. അപ്പം അവിടെ പകലൊരു മേഘവും പുകയും, രാത്രിക്ക് അഗ്നിജ്വാലയുടെ പ്രകാശം. ഇത് അവരെ ഇവിടെ പൂർവ്വപിതാക്കന്മാരുടെ യാത്രയെ ഓർമ്മിപ്പിക്കുകയാണ്. പുറപ്പാട് പുസ്തകത്തിലെ 13-ാം അധ്യായം 21-22 വരെയുള്ള പൂർവ്വപിതാക്കന്മാർ മരുഭൂമി പ്രയാണത്തിൽ അനുഭവിച്ച സംരക്ഷണമാണിത്.
ഇപ്പൊ ഇവിടെ 5 വാക്കുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്: വിധാനം, തണല്, മറവിടം, സങ്കേതം, കൂടാരം. ദൈവത്തിന്റെ കരുതൽ, ദൈവം തന്നെ ജനത്തിന് കൊടുക്കുന്ന കരുതലാണ് വിഷയം. ദൈവം തന്നെ ജനത്തെ എന്നും കരുതും. നമ്മുടെ കഴിവുകൊണ്ടല്ല സംരക്ഷിക്കപ്പെടുന്നത്, ദൈവം കരുതുകയാണ്. ഇപ്പൊ 3 മനോഹരമായ 3 സത്യങ്ങളാണ് ഈ 2 മുതൽ 6 വരെയുള്ള വാക്യം നമ്മൾ പഠിക്കാൻ കഴിയുന്നത്. ഒന്നാമത്, ആ മുള, മനോഹരവും അനുഗ്രഹീതമായ മുള, അത് ഫലമുളവാക്കും, ഭൂമിയിൽ ഫലം കൊണ്ടുവരുമെന്ന് പറയുന്നു. ദൈവത്താൽ മിശിഹയിലൂടെ വരുന്ന അനുഗ്രഹത്തെക്കുറിച്ചാണ് ഒന്നാമത് ഈ അധ്യായം പഠിപ്പിച്ചത്. രണ്ടാമത്, മുള എന്ന് പറയുന്ന വ്യക്തി സകല മലിനതകളും പാപങ്ങളും കഴുകി നമ്മെ വെടിപ്പാക്കും. രക്തപാതകം, രക്തക്കറ കഴുകി വെടിപ്പാക്കും എന്ന് പറയുന്നു. ഈ ജനത്തിൻ്റെ പാപങ്ങളെ ദൈവത്തിൻ്റെ ന്യായവിധിയിലൂടെ കഴുകി വെടിപ്പാക്കുന്ന അവസ്ഥ. മൂന്നാമത്, ഒരു സംരക്ഷണം, ഒരു മേലാപ്പ്, ഒരു വിധാനം, ഒരു കൂടാരം, പകലും രാത്രിയും ദൈവത്തിൻ്റെ ജനത്തിന്. ചരിത്രപരമായി പുറപ്പാട് പുസ്തകത്തിൻ്റെ വിഷയത്തെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് യെശയ്യാ പ്രവാചകനോട് വ്യക്തമായിട്ട് പറയുന്നു. രക്ഷിതഗണം, ദൈവത്തിൻ്റെ രക്ഷിതഗണത്തിന്, അതായത് മശിഹായിലൂടെ, ഈ മുളയിലൂടെ രക്ഷിക്കപ്പെടുന്ന ഗണത്തിന് ദൈവമെന്നും ഒരു സംരക്ഷണമായിരിക്കും. ഇതാണ് 4 വരെയുള്ള അധ്യായം. 4-ന്റെ 1 നമ്മൾ നേരത്തെ തന്നെ വായിച്ചത് കഴിഞ്ഞു. അപ്പോൾ 4-ന്റെ 6 വാക്യങ്ങളേ ഉള്ളൂ 4-ാം അധ്യായം. അപ്പോൾ ഈ 3 അധ്യായത്തിൽ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് ഒന്ന് പെട്ടെന്ന് ഓടി വരാം. കാരണം ഇത് മുന്നോട്ട് 5-ാം അധ്യായത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ വിഷയങ്ങളൊന്നും അറിഞ്ഞു. കാരണം വളരെ വേഗത്തിൽ പോകേണ്ട കാര്യമാണ്. നമ്മൾ പറഞ്ഞു 66 പുസ്തകങ്ങളുള്ളതുകൊണ്ട്, അധ്യായങ്ങളുള്ളതുകൊണ്ട്. അപ്പോൾ 2-ാം അധ്യായത്തിൽ നമ്മൾ തുടങ്ങി. 2-ാം അധ്യായത്തിൻ്റെ 2 മുതൽ 4 വരെ പ്രവാചകൻ ഒരു മനോഹര ചിത്രം അവതരിപ്പിക്കുന്നു. അതായത് വളരെ ശ്രേഷ്ഠമായ യെരുശലേമിനെ കുറിച്ച്, മാതൃകാപരമായ യെരുശലേം, അത് സഭ, ആലയങ്ങളുടെ മീതെ, കുന്നുകളുടെ മീതെ ഉയർന്നിരിക്കുന്ന സഭയെക്കുറിച്ച്. ആ സഭ ശോഭ കൊണ്ടും ശ്രേഷ്ഠത കൊണ്ടും അലങ്കരിക്കപ്പെട്ടു. കൃപയാലും ആത്മീകമായ അലങ്കാരങ്ങൾ കൊണ്ടും നിറഞ്ഞ സമർത്ഥമായ മനോഹരമായ ദൈവത്തിൻ്റെ സഭയെക്കുറിച്ച്, പുതിയ സഭയെക്കുറിച്ചുള്ള ചിത്രമാണ് യെശയ്യാവ് 2-ാം അധ്യായം 2 മുതൽ 4 വരെ പറഞ്ഞത്. അന്ത്യകാലം എന്ന് പറയുമ്പോൾ ക്രിസ്തീയ കാലഘട്ടത്തിൻ്റെ ആരംഭം. കർത്താവ് യേശു ഉയർത്തെഴുന്നേറ്റ ശേഷമുള്ള ആദ്യത്തെ പെന്തിക്കോസ് ദിവസം പത്രോസ് വ്യക്തമായി കൂടിയ യഹൂദന്മാരോട് വ്യക്തമായി പറഞ്ഞു, അന്ത്യകാലം ആരംഭിച്ചു, അതായത് ക്രിസ്തീയ കാലം ആരംഭിച്ചു. പരിശുദ്ധാത്മാവിൻ്റെ ആഗമനത്തോടുകൂടി അത് സംഭവിച്ചു. കർത്താവിൻ്റെ രാജ്യം അവിടെ ആരംഭിച്ചു. അപ്പോസ്തലരുടെ പുസ്തകം 2-ാം അധ്യായം 14 മുതൽ 21 വരെ നമുക്കതറിയാം. അപ്പോൾ ഈ യെശയ്യാവിൻ്റെ 2-ാം അധ്യായം അതിൻ്റെ 2 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ യെശയ്യാവ് ഇതിന് പാരലായിട്ട്, ഇതിന് സമാനമായിട്ട് മീഖാ പ്രവാചകന്റെ പുസ്തകമുണ്ട്. 4-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 3 വാക്യങ്ങൾ ഇതൊരു പ്രവചന കണ്ണാടിയിലൂടെ നോക്കിക്കാണുകയാണ്. പ്രവാചകൻ ഒരു കണ്ണാടിയുടെ മുൻകൂട്ടി നോക്കിക്കാണുമ്പോൾ, ഭാവിയിലേക്ക് നോക്കിക്കാണുമ്പോൾ ഈ സഭയുടെ മേന്മയും കീർത്തിയും മഹത്വവുമൊക്കെ വെളിപ്പെടുത്തുകയാണ്. 3 കാര്യങ്ങൾ അവിടെ ഓർമ്മിപ്പിച്ച് പ്രവാചകൻ. ഒന്ന്, സഭയുടെ ബഹുജന സമ്മതി. അത് യെശയ്യാവിൻ്റെ പുസ്തകം 2-ാം അധ്യായത്തിലെ 2-ാം വാക്യത്തിൽ അവിടെ പറഞ്ഞു, അന്ത്യകാലത്ത് യഹോവയുടെ ആലയമുള്ള പർവ്വതം പർവ്വതങ്ങളുടെ ശിഖരത്തിൽ സ്ഥാപിതവും കുന്നുകൾക്ക് മീതെ ഉന്നതവുമായിരിക്കും, സകല ജാതികളും അതിലേക്ക് ഒഴുകിച്ചെല്ലും. അത് ബഹുജന സമ്മതിയെ കാണിക്കുന്നു. രണ്ടാമത്, പ്രവാചകൻ കാണിച്ചിരുന്നത് സഭയുടെ ആകർഷണത്വം. അത് 3-ാം വാക്യത്തിൽ കണ്ടു, വരുവിൻ നമുക്ക് യഹോവയുടെ പർവ്വതത്തിലേക്ക്, യാക്കോബിൻ ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് അഴിച്ചെല്ലാം, അവൻ നമുക്ക് തൻ്റെ വഴികളെ ഉപദേശിച്ചു തരികയും അവൻ്റെ പാതകൾ നടക്കുകയും ചെയ്യും. സിയോനിൽ നിന്ന് ഉപദേശവും യെരുശലേമിൽ നിന്ന് യഹോവയുടെ വചനവും പുറപ്പെടും. 2-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യമാണ് വായിച്ചത്. അത് അതിൻ്റെ മനുഷ്യരെ ആകർഷിക്കുന്ന ശക്തി, അത് ദൈവവചനത്തിൻ്റെ ശക്തിയാണ്. സഭയുടെ മനോഹാരിത്വം അവതരിപ്പിക്കുമ്പോൾ പ്രവാചകൻ വ്യക്തമായിട്ട് പറഞ്ഞു, ദൈവവചനത്തിലൂടെ ആത്മാക്കളെ ആകർഷിക്കേണ്ട ശക്തി കർത്താവിൻ്റെ സഭയ്ക്കുള്ളതാണ്. അത് ശരിയായ തരത്തിൽ നമ്മളതിനെ മനസ്സിലാക്കിയ. മൂന്നാമത്, 4-ാമത്തെ വാക്യത്തിലൂടെ പറയുന്നത് സമാധാനം. അവൻ ജാതികളുടെ ഇടയിൽ ന്യായം വിധിക്കുകയും ബഹുജന വംശങ്ങൾക്ക് വിധി കൽപ്പിക്കുകയും ചെയ്യും. അവർ തങ്ങളുടെ വാളുകളെ കൊഴുക്കളായും കുന്നുകളെ വാക്കത്തുകളെയും അടിച്ചു തീർക്കും. ജാതിക്ക് നേരെ വാളാവുകയില്ല. അവർ ഇനി യുദ്ധം അഭ്യസിക്കില്ല. സമാധാന അന്തരീക്ഷമുള്ള സ്ഥലമായിരിക്കും സഭ എന്നും 3-ാമത്തെ ചിത്രം കാണിച്ചത്. തുടർന്ന് നമ്മൾ 2-ാം അധ്യായത്തിൻ്റെ 5 മുതൽ 22 വരെയുള്ള വാക്യം പഠിച്ച പ്രധാനപ്പെട്ട പോയിന്റുകൾ, ഒരുപക്ഷെ ക്ലാസ്സിൽ പറയാത്ത പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒരുപക്ഷെ നിങ്ങൾ ഉപസംഹാരമായിട്ട് പറയുമ്പോൾ രത്നച്ചുരുക്കമായി പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ ഈ സമ്മറിയിൽ പറയുന്നത്. 2-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം ഇങ്ങനെ വായിച്ചു കേൾക്കാം, യാക്കോബ് ഗൃഹമേ വരുവിൻ, നമുക്ക് യഹോവയുടെ വെളിച്ചത്തിൽ നടക്കാം. അതാണ് ആഹ്വാനം, വെളിച്ചത്തിൽ നടക്കുക എന്ന ആഹ്വാനം. എന്താണ് അതിൻ്റെ ഭവിഷ്യത്തുകൾ? വെളിച്ചത്തിൽ നടക്കുന്നതിൻ്റെ അനുഗ്രഹങ്ങൾ എന്താണ്? അപ്പോൾ ഇവിടെ ദൈവം ഇസ്രായേൽ ജനത്തിൽ താക്കീതുകൾ കൊടുക്കുന്നുണ്ട് ഇവിടെ. പക്ഷെ താക്കീതുകളിലൂടെ അവരെ ഓർമ്മിപ്പിക്കുന്നു, വെളിച്ചത്തിൽ നടക്കണം. എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? 4 കാര്യങ്ങൾ പെട്ടെന്ന് ഓർക്കാം.
വെളിച്ചത്തിൽ നടക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ പിന്നിലുള്ള ആശയം? ഇപ്പോൾ വെളിച്ചം നടക്കുക എന്ന് പറഞ്ഞാൽ ദൈവവചനത്തിൻ്റെ അല്ലെങ്കിൽ ദൈവവചനത്തിൻ്റെ സത്യത്തിൻ്റെ നിഴലിൽ സത്യം നടത്തുന്നത് പോലെ നടക്കുക. സത്യം നമ്മൾ എങ്ങനെയാണോ നടത്തുന്നത് അതുപോലെ നടന്നാൽ നമുക്ക് വെളിച്ചമുള്ളവരായിരിക്കും. നമ്മൾ നടക്കേണ്ടുന്ന പാത കാണിച്ചു തരുന്നത് ദൈവവചനമാണ്. ആ വചനപ്രകാരം നടക്കുമ്പോൾ നമുക്ക് വെളിച്ചമുണ്ടാകും. വെളിച്ചം എന്ന് പറയുമ്പോൾ സത്യവും നീതിയുമാണ് വെളിച്ചം എന്ന് പറയുന്നത്. അതായത് നാം ആരാധിക്കുന്ന ദൈവത്തിൻ്റെ സ്വഭാവങ്ങൾ പകർത്തുവാൻ കഴിയുന്നത് വചനവുമായി ചേർന്ന് നിൽക്കുമ്പോഴാണ്. രണ്ടാമത്, വെളിച്ചത്തിൽ നടക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിന് നൽകേണ്ട യഥാർത്ഥ ആരാധന നൽകാൻ കഴിയുക. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തേതിന് 8-ാം വാക്യം, ഇവിടെ ദേശത്ത് വിഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്നു, സോവിരൽ കൊണ്ടുണ്ടാക്കിയ കൈപ്പണി അവർ നമസ്കരിക്കുന്നു. അതാണ് അവിടെ നടക്കുന്നത്. അതേപോലെ നിങ്ങൾ എനിക്ക് നൽകേണ്ട ആരാധന നൽകണം. ബിംബത്തിൻ്റെ വിഗ്രഹത്തിൻ്റെ കൈപ്പണിയായിട്ടുള്ള ഈ രൂപത്തിൻ്റെ മുമ്പിലല്ല. മൂന്നാമത്, വെളിച്ചത്തിൽ നടക്കുക എന്ന് പറഞ്ഞാൽ യഥാർത്ഥ ശക്തിക്കായി ദൈവത്തെ മാത്രം ആശ്രയിക്കുക. അത് 7-ാം വാക്യത്തിൻ്റെ അവസാനം നമുക്ക് കാണാം. അവിടെ ദേശത്ത് വെള്ളിയും പൊന്നും നിറഞ്ഞിരിക്കുന്നു, അവിടെ നിക്ഷേപങ്ങൾ കണക്കില്ല. അവിടെ ദേശത്ത് കുതിരകൾ നിറഞ്ഞിരിക്കുന്നു, അവിടെ രഥങ്ങൾക്ക് എണ്ണമില്ല. അവരെ ആശ്രയിക്കുന്ന കുതിരകളും രഥങ്ങളിലുമാണ്, വെള്ളിയിലും പൊന്നിലുമാണ്. അതേ പറഞ്ഞു, നിങ്ങൾക്ക് യഥാർത്ഥ ശക്തി വേണമെങ്കിൽ എന്നെ ആശ്രയിക്കണം. മൂന്നാമത്, വെളിച്ചത്തിൽ നടക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ, അതാണ് ഇപ്പോൾ വായിച്ചത്. നാലാമതായി, വെളിച്ചത്തിൽ നടക്കുക എന്ന് പറഞ്ഞാൽ എളിമയുള്ള ജീവിതം, താഴ്മയുള്ള ജീവിതം ഉണ്ടാകും. അഹങ്കാരം മാറ്റുക. 11-ാം വാക്യം 2-ാം അധ്യായം, മനുഷ്യരുടെ നിഗളിച്ച കണ്ണുകൾ താഴും, പുരുഷന്മാരുടെ ഉന്നത ഭാവം കൊഴിയും, യഹോവ മാത്രം അന്നാളെ ഉന്നതനായി. എളിമയോടെ ജീവിക്കാൻ ആവശ്യപ്പെടുകയാണ്. ഇതാണ് മീക്കയുടെ പുസ്തകം ചോദിച്ചു എന്താണ് വേണ്ടത് എന്ന്. 3-ാം അധ്യായം നമ്മൾ പഠിച്ച എന്താണ്? ദൈവത്തിൻ്റെ ഭയാനകമായ ന്യായവിധി അടുത്തെത്തിയിരിക്കുന്നു. ദൈവത്തിൻ്റെ ജനത്തിന് പേര് ദൈവത്തിൻ്റെ ന്യായവിധിയാണ്. കാരണം അവരുടെ വഴികൾ ഉപേക്ഷിച്ചില്ല എങ്കിൽ, 8-ാം വാക്യം 2-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം പറഞ്ഞതുപോലെ അവിടെ ദേശത്ത് വിഗ്രഹം നിറഞ്ഞിരിക്കുന്നു, സൗകര്യങ്ങൾ കൊണ്ടുണ്ടാക്കിയ കൈപ്പണി അവർ നമസ്കരിക്കുന്നു. 3-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം, യഹോവയുടെ തേജസ്സുള്ള കണ്ണിന് വെറുപ്പ് തോന്നുവാൻ തക്കവണ്ണം അവരുടെ നാവുകളും പ്രവർത്തികളും അവന് വിരോധമായിരിക്കാൻ യെരുശലേം ഇടിഞ്ഞു പോകും, യഹൂദ വീണു. ഏത് ന്യായവിധി അടുത്തെത്തിയിരിക്കും. കാരണം അവിടെ നിഗളിച്ച സ്വഭാവം, അവിടെ വാക്കുകൾ, അവിടെ പ്രവർത്തികളെല്ലാം ന്യായവിധി വിളിച്ചുകൊണ്ട് വരികയാണ്. അപ്പോൾ ഇവിടെ ഒരു അനുസരണക്കേണ്ട ചിത്രം കാണാൻ സാധിക്കും ഇസ്രായേൽ ജനത്തിൻ്റെ. അത് കൊണ്ടുവന്ന ഭവിഷ്യത്ത് എന്താണ്? വൈകാരിക നിറഞ്ഞ ചില സത്യങ്ങൾ അവിടെ കാണിച്ചു തരും. ദൈവം തന്നെ ജനവുമായുള്ള ബന്ധത്തിൽ ദൈവം അവരോട് ആവശ്യപ്പെട്ട ചില കാര്യങ്ങൾ നമ്മളത് ശ്രദ്ധിക്കണം, അടുത്ത് നോക്കണം, കേൾക്കണം. അത് വളരെ ആവശ്യമാണ്. 5 കാര്യങ്ങൾ പെട്ടെന്ന് നോക്കാം. എന്താണ് 3-ാം അധ്യായത്തിൽ ദൈവം അവരോട് പറഞ്ഞത്? 3-ാം അധ്യായത്തിലെ കാര്യങ്ങളാണ് ഇവിടെ പറയുന്നൊരു ദുരന്തം അവിടെ അടുത്ത് വന്നിരിക്കുന്നു. കാരണം അവർക്ക് സംഭവിച്ച ദുരന്തം അവർ തന്നെ വിളിച്ചു വരുത്തിയതാണ്. വ്യക്തിപരമായ ഉത്തരവാദിത്വം നമ്മുടെ തകർച്ചയ്ക്ക് നാം ഏറ്റെടുക്കണമെന്ന് പറയുകയാണ്. 3-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം എൻ്റെ ആശയം ഇതാണ്. യെശയ്യാപ്രവചനത്തിന്റെ പുസ്തകം 3-ന്റെ 10 പറയുന്നത്, നീതിമാനെക്കുറിച്ച് അവന് നന്മ വരുമെന്ന് പറവിൻ, തങ്ങളുടെ പ്രവൃത്തികളുടെ ഫലം അവർ അനുഭവിക്കും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പലതിൻ്റെയും ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കാൻ തയ്യാറാകണം. കാരണം ഓരോരുത്തരും അവർ നടക്കേണ്ടുന്ന വഴികൾ അവർ തിരഞ്ഞെടുക്കുന്നതാണ്. അതിൻ്റെ ഭവിഷ്യത്ത് അവരുടെ മേൽ വരുന്നത് ആ തിരഞ്ഞെടുപ്പിൻ്റെ പ്രശ്നമാണ്. രണ്ടാമത് 3-ാം അധ്യായം പഠിപ്പിച്ചത് ഈ ഭൗതികമായിട്ടും മാത്രമല്ല, പാപം ആത്മീയമായിട്ട് ഒരാളെ തകർക്കും. ഭൗതികമായ ശാരീരികമായിട്ട് പാപം തകർക്കും. അപ്പോൾ ഈ രാജ്യം തകർന്ന് തരിപ്പണമാകാനുള്ള കാരണം പുറത്തുനിന്നുള്ള ശക്തിയുടെ ആക്രമണമല്ല. പുറത്തുനിന്നുള്ള ശക്തി ആക്രമിച്ചുകൊണ്ടല്ല ഇസ്രായേലിന്റെ തകർച്ച സംഭവിച്ചത്. ഇവിടെ ഉള്ളിലുള്ള ധാർമ്മിക മൂല്യച്യുതിയാണ്. ധാർമ്മികമായി അവർ അധംപതിച്ചത് കൊണ്ടാണ് അവർ തകർന്നത്. പാപം എപ്പോഴും ചെയ്യുന്നൊരവസ്ഥ ഉണ്ടാക്കും. ആദ്യം നമ്മുടെ പ്രാണനെ, പിന്നെ മനസ്സിനെ, നമ്മുടെ ശരീരത്തെ, പിന്നെ നമ്മുടെ നഗരങ്ങളെ. അപ്പോൾ നമുക്ക് കുടുംബങ്ങളെന്ന് വരെ ഉൾപ്പെടുത്താം. അപ്പം ഈ പുറത്തുള്ള ആക്രമണം കൊണ്ടല്ല പലപ്പോഴും തകർച്ച ഉണ്ടാകുന്നത്, അകത്ത് നിന്നാണ്. മൂന്നാമത്തെ നമ്മൾ പഠിച്ച കാര്യം എന്ന് പറയുന്നത്, ഈ വിശ്വാസത്യാഗം പെട്ടെന്ന് സംഭവിക്കുന്നതല്ല, നാം അതിലേക്ക് നയിക്കപ്പെടുകയാണ്. അത് രാജ്യമായാലും സഭയായാലും വിശ്വാസത്യാഗം സംഭവിക്കുമ്പോൾ നമ്മൾ അതിലേക്ക് നയിക്കപ്പെടുകയാണ്. അല്പമായിട്ട് അത് സംഭവിച്ചത്. പ്രത്യേകിച്ച് എൻ്റെ കാരണക്കാർ ഇവിടുത്തെ നായകന്മാരാണ്, നേതൃത്വത്തിലിരിക്കുന്നവരാണ്. 14-ാം വാക്യം, 3-ാമത്തെ, യഹോവ തൻ്റെ ജനത്തിൻ്റെ മൂപ്പന്മാരോടും പ്രഭുക്കന്മാരോടും ന്യായവിസ്താരത്തിൽ പ്രവേശിക്കും. നിങ്ങൾ മുന്തിരിത്തോട്ടം തിന്നു കളഞ്ഞു, എളിവരോട് കവർന്നെടുത്തത് നിങ്ങളുടെ വീടുകളിലുണ്ട്. അപ്പോൾ അവിടെ നേതൃത്വത്തിൽ ഇരിക്കുന്നവരുടെ പരാജയമാണ്. അത് നാളുകളായിട്ട് സംഭവിച്ച കാര്യമാണ്. 4-ാമതായിട്ട് ഈ അധ്യായം നമ്മളെ പഠിപ്പിച്ചത് പാപങ്ങളെക്കുറിച്ച് യാതൊരു ലജ്ജയില്ലാത്ത അവസ്ഥ. അവർ പാപങ്ങളെക്കുറിച്ച് ലജ്ജയില്ലാത്ത അവസ്ഥ എന്ന് പറഞ്ഞാൽ ഏറ്റവും അധംപതിച്ചൊരവസ്ഥയാണ്. പാപത്തെക്കുറിച്ച് ലജ്ജയില്ലാതെ വരുന്ന 9-ാം വാക്യം, അവരുടെ മുഖഭാവം അവർക്ക് വിരോധമായി സാക്ഷീകരിക്കുന്നു. അവർ സ്വതവും പോലെ തങ്ങളുടെ പാപങ്ങളെ പരസ്യമാക്കുന്നു, അത് മറയ്ക്കുന്നതുമില്ല. അവർക്ക് അയ്യോ കഷ്ടം, അവർ തങ്ങൾക്കതിനെ ദോഷം വരുത്തുന്നു. ഇപ്പോൾ പാപം ചെയ്യുക മാത്രമല്ല, അത് പരസ്യമായിട്ട് അത് ചെയ്യുകയാണ്. അതിനെ പബ്ലിക്കാക്കി കൊണ്ടുവരികയാണ്. അപ്പോൾ ഈ നേതൃത്വത്തിലിരിക്കുന്നവർ സംഭവിച്ച അവസ്ഥ ഏതാണ്? അവർ മനഃപൂർവ്വം പാപം ചെയ്യുന്നു, അതിൽ അവർ അഹങ്കരിക്കുകയും ചെയ്യുന്നു. 5-ാമതായി നമ്മൾ കണ്ടത് 13-ാം വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ
ദൈവം ന്യായവിധി നടത്തും. എല്ലാ പാപവും ദൈവം ന്യായവിധി നടത്തും. 13-ാം വാക്യം, യഹോവ വ്യവഹരിപ്പാൻ എഴുന്നേറ്റും വംശങ്ങളെ വിധിപ്പാൻ നിൽക്കുന്നു എന്ന് കണ്ടു. അപ്പോൾ ഇത് നമ്മൾ യെശയ്യാപ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് ഈ പാഠങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ പല കാര്യങ്ങൾ ദൈവം നമ്മോട് ഇന്ന് സംസാരിക്കുന്നുണ്ട്. നമ്മുടെ കാലഘട്ടത്തിൽ ഈ പുസ്തകം നമ്മോട് സംസാരിക്കുന്നു, താക്കീത് തരുന്നു. ഇത് വളരെ വ്യക്തമായ സന്ദേശമാണ്. അവർ ജീവിച്ച പോലെ ജീവിച്ചാൽ അവരെ അനുഭവിച്ചത് അനുഭവിക്കേണ്ടി വരും. അതാണ് ലളിതമായ സന്ദേശം. അവസാനമായി 3-ാം അധ്യായത്തിലെ 16 മുതൽ 4-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം വരെ അവിടെ കണ്ടത് നിഗളത്തെക്കുറിച്ചാണ്. ഒരു വ്യക്തിപരമായ ജീവിതത്തിൽ ഏറ്റവും അധികം ഭീഭത്സമായിട്ടുള്ള ഒരു ദുരന്തം കൊണ്ടുവരുന്നത് നിഗളമാണ്, മത്സര സ്വഭാവമാണ്. അത് ജീവിതത്തിൽ ഒഴിവാക്കേണ്ട ഒന്നാണ് നിഗളം എന്നുള്ളത്. 3-ാം അധ്യായത്തിൻ്റെ 16 മുതൽ 4-ന്റെ 1 വരെ കാണിച്ചിരുന്ന ചിത്രം അതാണ്. ഈ നിഗളത്തിൻ്റെ ഭീഭത്സമായ ഘോരമായിട്ടുള്ള അതിൻ്റെ രൂപം, അത് എന്തൊക്കെ ഫലങ്ങളാണ് കൊണ്ടുവരുന്നത്. ഇപ്പോൾ ഒരു വീട്ടിനകത്ത് എന്താ നടക്കുന്നതെന്ന് അറിയണമെങ്കിൽ അവിടെ കുട്ടികളെ നോക്കിയാൽ മതി. മക്കളെ നോക്കിയാൽ വീട്ടിനകത്ത് എന്താ നടക്കുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നതാണ് നേരെ തിരിച്ചാണ്. അവിടെ മാതാപിതാക്കളുടെ സ്വഭാവം അറിയണമെങ്കിൽ കുട്ടികളെ പരിശോധിച്ചാൽ മതി, കുട്ടികളുമായി അടുത്ത് ഇടപഴകിയാൽ മതി, മാതാപിതാക്കളെ കുറിച്ച് അറിയാൻ പറ്റും. തിരിച്ചും അത് വാസ്തവമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് ഒരു അശുഭമായ സൂചനകൾ ഇവിടെ നൽകുന്നുണ്ട്. നിഗളത്തിൻ്റെ അനന്തരഫലങ്ങൾ എന്താണ്? നിഗളത്തിൻ്റെ അനന്തരഫലങ്ങൾ 3-ന്റെ 16 മുതൽ 4-ന്റെ 1 വരെ. ഒന്ന്, നിഗളം വന്നാൽ ദൈവത്തെ തള്ളിക്കളയും. ജീവിതത്തിൻ്റെ സിംഹാസനത്തെ ദൈവം ഇരിക്കേണ്ട സ്ഥാനത്ത് നിന്ന് ദൈവത്തെ നിഷ്കാസനം ചെയ്യും. ദൈവത്തെ തള്ളിക്കളയും നിഗളം, അഹങ്കാരം വന്നു കഴിഞ്ഞാൽ. 2, നിഗളം എന്ത് ചെയ്യും? സ്വയം ദൈവത്തിൽ തുല്യമാക്കും. സ്വന്തമായിട്ട് എല്ലാം ഞാൻ എന്ന അവസ്ഥയിലേക്ക് വരും. സ്വയം തന്നെ ദൈവമാക്കുന്ന അവസ്ഥ വരും നിഗളം. 3, നിഗളം വന്നു കഴിയുമ്പോൾ നാം ചിന്തിക്കുന്നത് ഈ ധാർഷ്ട്യ മനോഭാവം കുഴപ്പമില്ല, തെറ്റില്ല എന്നുള്ള രീതിയാണ്. എല്ലാ ധാർഷ്ട്യത്തോടെ, അഹങ്കാരത്തോടെ ഇടപെടുന്നൊരു സ്വഭാവം ഉണ്ടാകും. 4, നിഗളം വരുമ്പോൾ തീർച്ചയായും അത് ന്യായവിധി കൊണ്ടുവരും. 3-ാം അധ്യായത്തിലെ 16-17 വാക്യങ്ങളിൽ യഹോവ പിന്നെ അരുളി ചെയ്തെന്തെന്നാൽ, സിയോൻ പുത്രന്മാർ നിഗളിച്ച് കഴുത്തു നീട്ടി ഏറി കണ്ടിട്ടും കൊണ്ട് സഞ്ചരിക്കുകയും തത്തി നടക്കുകയും കാൽകൊണ്ട് ചിലമ്പലി കേൾപ്പിക്കുകയും ചെയ്യുന്നു. ഇത് നിമിത്തം യഹോവ സിയോൻ പുത്രിമാരുടെ നെറുകയ്ക്ക് ചൊറി പിടിപ്പിക്കും, യഹോവയുടെ ഗുഹ്യ പ്രദേശങ്ങളെ നഗ്നമാക്കും. ന്യായവിധി തീർച്ചയായിട്ടും ഉണ്ടാകും നിഗളത്തിൽ. 4-ാം അധ്യായം നമ്മൾ കണ്ടു, ഇന്ന് നമ്മൾ പഠിച്ചതാണ് 4-ാം അധ്യായം 2 മുതൽ 6 വരെ. അവിടെ ഒരു ഭാവിയെക്കുറിച്ചുള്ള ചിത്രമാണ്. മനോഹരമായ, അനുഗ്രഹീതമായ, ശോഭ നിറഞ്ഞ ഒരു ആലങ്കാരികമായ ഒരു മനോഹര ചിത്രത്തെ അവതരിപ്പിക്കുകയാണ് യെശയ്യാവ്. മശിഹായുടെ വരവോടുകൂടി, അത് മുളയായി അറിയപ്പെട്ട മശിഹയുടെ വരവോടുകൂടി അതൊരു മഹത്വത്തിൻ്റെ വരവാണ്, അത് ശുദ്ധീകരണത്തിൻ്റെ വരവാണ്, അത് സമാധാനത്തിൻ്റെ വരവാണ്. അപ്പോൾ ഇതാണ് 4-ാം അധ്യായം നമ്മൾ പഠിച്ച കാര്യങ്ങൾ. ഇപ്പോൾ 3 അധ്യായങ്ങളുടെ ഏകദേശം ഒരു രത്നച്ചുരുക്കമാണ് നമ്മൾ നടത്തി. കാരണം ഇത് വേഗത്തിൽ പോകുന്നതുകൊണ്ട് പ്രധാനപ്പെട്ട പോയിന്റുകളെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. വചനം പഠിക്കുന്നത് ജീവിതത്തിന് മാറ്റം വരാനാണ്, ഒരു ജോലി കടമ ചെയ്ത് തീർക്കാനല്ല. അപ്പോൾ വചനം പഠിക്കുന്നതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന് അതിൻ്റേതായ മാറ്റങ്ങൾ വരുത്തേണ്ടത് ആവശ്യമാണ്. നമ്മൾ 5-ാം അധ്യായത്തിൻ്റെ ആമുഖ കാര്യങ്ങൾ മാത്രം പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. 5-ാം അധ്യായം വളരെ പ്രധാനപ്പെട്ട അധ്യായമാണ്. മുന്തിരിത്തോട്ടത്തെക്കുറിച്ചുള്ള പാട്ട്. 5-ാം അധ്യായത്തിൽ യെശയ്യാവ് പഠിപ്പിക്കുന്ന പാഠം ഒരു മുന്തിരിത്തോട്ടത്തെ എടുത്തുകൊണ്ടാണ് അതിലൂടെയാണ് തൻ്റെ ജനത്തോട് ദൈവം സംസാരിക്കുന്നത്. മുന്തിരി വളർത്തുക, മുന്തിരി വൈനുണ്ടാക്കുക, വൈന് ലഹരിയില്ലാത്ത വൈൻ അവരുപയോഗിക്കുന്ന പാനീയങ്ങളിലൊന്നാണ്. അതിനെക്കുറിച്ച് നമ്മൾ വിശദമായ ക്ലാസ്സുകൾ നടത്തിയിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ലഹരി പിടിപ്പിക്കുന്ന ഇൻടോക്സിക്കേറ്റഡ് ആയിട്ടുള്ള വൈനെ കുറിച്ചല്ല പറയുന്നത്. വൈൻ എന്ന് പറഞ്ഞാൽ W കൊണ്ട് ഉദ്ദേശിക്കുന്ന വൈൻ ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ V കൊണ്ട് എഴുതുന്ന വൈൻ തമ്മിൽ പല വ്യത്യാസങ്ങളുണ്ട്. രാസവസ്തുക്കളൊന്നും കലർത്താതെ പുളിപ്പിക്കാതെ ഉപയോഗിക്കുന്ന, പാനീയമായിട്ട് ഉപയോഗിക്കുന്ന വീന് ഇസ്രായേൽ ജനങ്ങൾ എപ്പോഴും അത് അധികമായിട്ട് അത് ഉപയോഗിക്കുന്ന ശീലം അവർക്കുണ്ടായിരുന്നു. അല്ല, ദൈവം സൃഷ്ടിച്ചതാണ് മുന്തിരിയായി. അപ്പോൾ അതിനെ അവർ ലഹരി പിടിപ്പിക്കുന്ന തരത്തിൽ അതിനെ മാറ്റാം. അതിനോട് ചില കാര്യങ്ങൾ ചേർത്ത് വർഷങ്ങളാക്കി മാസങ്ങളോളം അതിനെ കെട്ടിവെച്ച് മറ്റും ചെയ്ത് പൊളിപ്പിച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ലഹരി ഉണ്ടാകും. പക്ഷെ ഇവിടെ പറയുന്നത് മുന്തിരിത്തോട്ടം നമ്മുടെ വിഷയം അതല്ല എങ്കിൽ പോലും അത് ഈ സമയത്ത് പെട്ടെന്ന് പരാമർശിച്ചതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ മുന്തിരിത്തോട്ടം വളർത്തുകയും വീഞ്ഞ് ഉണ്ടാക്കുകയും ചെയ്യുന്നത് മെഡിറ്ററേനിയൻ ലോകത്തിലും പഴയ കിഴക്കൻ രാജ്യങ്ങളിലും പൂർവ്വകാലങ്ങളിലൊക്കെ വളരെയധികം പ്രസിദ്ധമായിരുന്ന കാര്യമാണ്. വളരെ സൂക്ഷ്മതയോടുകൂടിയാണ് മുന്തിരിത്തോട്ടങ്ങൾ സംരക്ഷിക്കുന്നത്. കാരണം പലതരത്തിലുള്ള നശീകരണ പ്രവർത്തനങ്ങൾ അതിൻ്റെ ചുറ്റുമുണ്ടാകും. കാട്ടുമൃഗങ്ങൾ വല്ലാതെ അതിനെ ആക്രമിക്കും. ഇപ്പോൾ മുന്തിരിയുടെ വിളവെടുക്കുന്ന സമയം എന്ന് പറയുന്നത് വളരെ സന്തോഷത്തിൻ്റെ സമയമാണ്. ഉത്സവ സമാനമായ അന്തരീക്ഷമാണ് മുന്തിരിത്തോട്ടത്തിൻ്റെ വിളവെടുപ്പിൻ്റെ സമയം. യെരമ്യാപ്രവാചകന്റെ പുസ്തകത്തിൽ 48-ാം അധ്യായം 33 വാക്യം ഉദാഹരണത്തിന് നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ യെരമ്യാവ് 48:33 ഇങ്ങനെ നമുക്ക് വായിക്കാൻ കഴിയും. സന്തോഷവും ഒരു ന്യായവിധിയായിട്ട് പറയുന്നതാണ്. സന്തോഷവും ഉല്ലാസവും വിളഭൂമിയിൽ നിന്നും മോവാബ് ദേശത്ത് നിന്നും നീങ്ങിപ്പോയിരിക്കുന്നു. ചക്കുകളിൽ നിന്ന് വീഞ്ഞ് ഞാൻ ഇല്ലാതാക്കിയിരിക്കുന്നു. ആർപ്പ് വിളിയോടുകൂടി ആരും ചക്ക് ചവിട്ടുകയില്ല. ആർപ്പല്ലാത്ത ആർപ്പുണ്ടാകുന്നതാണ്.
ശരിക്കുള്ള സന്തോഷത്തെ എടുത്തു കളയും ന്യായവിധിയുടെ പശ്ചാത്തലത്തിൽ. അപ്പോൾ ഇവിടെ നമ്മൾ കാണാൻ സാധിക്കുന്നത് ഇത് ഒരു സന്തോഷത്തിൻ്റെ സമയമാണ്, വിളവെടുപ്പിൻ്റെ സമയം. ഇത് ഏകദേശം 7 ദിവസം, അതായത് കൂടാരപ്പെരുന്നാളിന് 7 ദിവസം മുമ്പാണ് ഈ വിളവെടുപ്പ്. ഒരു നന്ദി കരേറ്റുന്ന ഒരു അവധി ദിവസമായിട്ട് അവർ ആചരിക്കും. ആവർത്തന പുസ്തകത്തിൻ്റെ 16-ാം അധ്യായം, ആവർത്തന പുസ്തകത്തിൻ്റെ 16-ാം അധ്യായം 13-ാം വാക്യം നമുക്ക് വായിക്കുമ്പോൾ, കളത്തിലെ ധാന്യവും ചക്കിലെ വീഞ്ഞും ശേഖരിച്ച് കഴിയുമ്പോൾ നീ 7 ദിവസം കൂടാരപ്പെരുന്നാൾ ആചരിക്കണം. ഇപ്പം കൂടാരപ്പെരുന്നാളിന് തൊട്ട് മുമ്പുള്ള 7 ദിവസത്തിന് മുമ്പാണ് ഇത് സംഭവിക്കുന്നത്, ഈ വിളവെടുപ്പ് നടക്കുന്നത്. ഇത് മുന്തിരിത്തോട്ടം എന്ന് പറയുന്നത് സമൃദ്ധിയുടെയും അനുഗ്രഹത്തിൻ്റെയും പ്രതീകമായിട്ട് ദൈവം ഇസ്രായേൽ ജനത്തിന് നടുവിൽ ഉപയോഗിച്ചിരുന്ന ഒരു പ്രയോഗമാണ്. സമൃദ്ധിയുടെയും അനുഗ്രഹത്തിൻ്റെയും സമർത്ഥമായ മുന്തിരിത്തോട്ടങ്ങൾ, അത് വിളഞ്ഞ മുന്തിരിത്തോട്ടങ്ങൾ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ തെളിവായിട്ടും അവർ പറയാറുണ്ട്. ഹോസിയ പ്രവചന പുസ്തകം 2-ാം അധ്യായം, ഹോസിയ പ്രവചന പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം ഇങ്ങനെ നമുക്ക് വായിച്ചു കേൾക്കാം. ഹോസിയ 2:15. അവിടെ നിന്ന് അവൾക്ക് മുന്തിരിത്തോട്ടങ്ങളെയും പ്രത്യാശയുടെ വാതിലായി ആഖോർ താഴ്വരയും കൊടുക്കും. അവൾ അവിടെ അവളുടെ യൗവനകാലത്തിൽ എന്ന പോലെയും അവൾ മിസ്രയീം ദേശത്ത് പുറപ്പെടുന്ന നാളിലെന്ന പോലെയും വിധേയായിരിക്കും. അപ്പോൾ ഇത് അനുഗ്രഹത്തിൻ്റെ ആ ഒരു ചിത്രമാണ് സമർത്ഥമായി വിളഞ്ഞ മുന്തിരിത്തോട്ടങ്ങൾ, സമർത്ഥമായി വിളഞ്ഞ മുന്തിരിത്തോട്ടങ്ങൾ. അപ്പോൾ ഇവിടെ ഇത് യെശയ്യാ പ്രവാചകൻ ഈ ഒരു രൂപകത്തെ ഉപയോഗിക്കുകയാണ് ഇസ്രായേൽ ജനങ്ങളോട് വളരെ പ്രധാനപ്പെട്ട ഒരു പാഠം പഠിപ്പിച്ചു കൊടുക്കാൻ. ദൈവവും തൻ്റെ ജനവുമായുള്ള ബന്ധം, ഇതാണ് പ്രധാനപ്പെട്ട സന്ദേശം. ഈ വിഷയത്തിലേക്ക് യെശയ്യാ 27-ാം അധ്യായത്തിൽ മടങ്ങി വരും. ഈ ഇസ്രായേലിൻ്റെ വീണ്ടെടുപ്പിനെ കുറിച്ച് പറയുമ്പോൾ മുന്തിരിത്തോട്ടത്തെ ഉപയോഗിച്ചുകൊണ്ട് കർത്താവ് യേശുവും തൻ്റെ ശുശ്രൂഷയുടെ കാലത്ത് മത്തായി 21-ാം അധ്യായത്തിലും മുന്തിരിത്തോട്ടത്തിൽ വേലക്കാക്കുന്നവരെ കുറിച്ച് പറയുമ്പോൾ മത്തായി 20-ാം അധ്യായം 1 മുതൽ 16 വരെ, 21-ാം അധ്യായം 33-41 വരെയും, വളരെ പ്രധാനമായി യോഹന്നാൻ 15-ാം അധ്യായം 1 മുതൽ 11 വരെ ഞാൻ മുന്തിരിവള്ളി നിങ്ങൾ കൊമ്പുകളുമാണെന്ന പ്രയോഗമൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. ആദ്യത്തെ 2 വാക്കുകൾ മാത്രം വായിക്കാം. യെശയ്യാവ് 5. ഞാൻ എൻ്റെ പ്രിയതമനെ അവൻ്റെ മുന്തിരിത്തോട്ടത്തെക്കുറിച്ച് എൻ്റെ പ്രിയൻ്റെ പാട്ടുപാടും. എൻ്റെ പ്രിയതമനെ, ഏറ്റവും ഫലവത്തായൊരു കുന്നിന്മേൽ ഒരു മുന്തിരിത്തോട്ടമുണ്ടായിരുന്നു. അവൻ അതിന് വേലികെട്ടി അതിലെ കല്ല് പെറുക്കിക്കളഞ്ഞു. അതിൽ നല്ല വക മുന്തിരി വള്ളി നട്ടു. നടുവിലൊരു ഗോപുരവും പണിതു, ഒരു ചക്കുമിട്ടു. മുന്തിരിങ്ങ കായ്ക്കുമെന്നവൻ കാത്തിരുന്നു. കായ്ച്ചതോ കാട്ടുമുന്തിരിങ്ങ അത്ര. ആദ്യത്തെ 2 വാക്യങ്ങൾ, എൻ്റെ പ്രിയതമനെ, എൻ്റെ പ്രിയൻ എന്ന വാക്ക് ഒരേ എബ്രായ പദത്തിൻ്റെ വാക്ക് തന്നെയാണ്, മൂലവാക്കാണ്. ഉത്തമഗീതത്തിൽ 40 തവണ ഉപയോഗിക്കുന്ന വാക്കാണ് പ്രിയൻ, പ്രിയതമൻ. പ്രിയ എന്ന വാക്ക് ആഴമേറിയ ഗാഠമായ ഒരു ബന്ധത്തെ സൂചിപ്പിക്കുന്ന വാക്കാണ്. ഈ വാക്ക് ബൈബിളിൽ ആവർത്തനം 33:12 ദൈവമക്കളെ കുറിച്ച് പറയാൻ പ്രിയൻ, പ്രിയമുള്ളവൻ എന്ന സങ്കീർത്തനം 60:5, 108-ാം സങ്കീർത്തനം 6-ാം വാക്യം, യിരെമ്യാവ് 11:15 ഈ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ദൈവമക്കളുമായിട്ട് ദൈവത്തിനുള്ള ആഴമുള്ള ബന്ധത്തെ, ഗാഠമായ ബന്ധത്തെ പരാമർശിക്കുന്നു. കഠിനമായ വേല ആവശ്യമാണ് മുന്തിരിത്തോട്ടത്തിന് വേണ്ടി നിലമൊരുക്കുക എന്നുള്ളത്. കഠിനമായ വേല ആവശ്യമാണ്. യഹൂദയിൽ അങ്ങനെയാണ്, വളരെ കഷ്ടപ്പെട്ടും കഠിനമായി അധ്വാനിച്ചാണ് മുന്തിരിത്തോട്ടത്തിനുള്ള നിലമൊരുക്കുന്നത്. എന്നാൽ ഇവിടെ 2-ാം വാക്യം പറയുന്ന പോലെ കുന്നിലാണ്. അപ്പോൾ പണിയുമ്പോൾ തട്ടുകളായിട്ട് കുന്നിനെ വെട്ടി ഒരുക്കണം. കുന്നിന്മേൽ ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു. അവൻ അതിന് വേലി കെട്ടി കല്ല് പെറുക്കിക്കളഞ്ഞു, നല്ല വക മുന്തിരിങ്ങ നട്ടു, നടുവിൽ ഗോപുരം പണിതു, ചക്കിട്ടു. ഇതെല്ലാം ചെയ്യണം. കല്ലൊക്കെ ഇഷ്ടംപോലെ കല്ലുകളൊക്കെ പറക്കണം. കല്ലവിടെ വളർച്ചയ്ക്ക് തടസ്സമാണ്. നല്ല മുന്തിരി വള്ളി കൊണ്ടുവന്ന് ഈ കൃഷിക്കാരൻ അവിടെ നട്ടു. അവിടെ ഒരു ഗോപുരം പണിതു. കാരണം കാട്ടുമൃഗങ്ങൾ വരുന്ന ദൂരെ നിന്ന് കാണാനും മറ്റും ഗോപുരം പണിതു. അവിടെ മുന്തിരിങ്ങ ചക്ക്, അതായത് നാളെ പിന്നീട് വിളവെടുക്കുന്ന സമയത്ത് മുന്തിരിങ്ങ പറിച്ച് അതിനകത്തിട്ട് ചവിട്ടിയാണ് മുന്തിരിങ്ങയുടെ ജ്യൂസ് എടുക്കുന്നത്. അതിനുള്ള ചക്ക അവിടെ ഉണ്ടാക്കി. നല്ല ഫലം കാത്തിരുന്നു. കുറഞ്ഞത് 2 വർഷം എടുക്കും മുന്തിരിവള്ളി നട്ടിട്ട് ഫലമുണ്ടാകാൻ. ഈ 2 വർഷവും ഈ കൃഷിക്കാരൻ കാത്തിരിക്കുകയാണ്. ക്ഷമയോടെ ആ മാടത്തിൽ കാത്തിരിക്കുന്നു. ഗോപുരത്തിൽ കാട്ടുമൃഗങ്ങളുടെ ആക്രമണം ഉണ്ടാകാതിരിക്കാൻ. കാരണം മുന്തിരിങ്ങ പഴുത്ത് കഴിയുമ്പോൾ, വിളഞ്ഞു കഴിയുമ്പോൾ അവർ വരും ആക്രമിക്കാൻ. അപ്പോൾ അത് സംരക്ഷിക്കാൻ, വേലി പൊളിക്കാതിരിക്കാൻ കാത്തിരിക്കുകയാണ്. അപ്പോൾ അതിനുവേണ്ടി വളരെ കഷ്ടപ്പെട്ടാണ് ഇതിനെ സംരക്ഷിക്കുന്നത്. പക്ഷെ എന്താ ഫലം കിട്ടിയത്? അവസാനം കാത്തിരുന്നപ്പോൾ കിട്ടിയ ഫലം എന്താണ്? കായ്ച്ചതോ കാട്ടുമുന്തിരിങ്ങ അത്രേ. കായ്ച്ചതോ കാട്ടുമുന്തിരിങ്ങ അത്ര. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവം ചെയ്യേണ്ടതെല്ലാം ചെയ്യും. ഇനി ഒന്നും ദൈവം ചെയ്യാനില്ല. കർത്താവ് ശിഷ്യന്മാരോട് ചോദിച്ചു, ഞാൻ ഇനി എന്താ ചെയ്യാനുള്ളത്? നിങ്ങളുടെ ജീവിതത്തിൽ
ദൈവത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവന്നു, വേണ്ടതെല്ലാ സംവിധാനവും തന്നു, എൻ്റെ ജീവൻ പോലും തന്നാണ് നിങ്ങളെ ഞാൻ കൊണ്ടുവന്നത്, നിങ്ങളെ രക്ഷിച്ചത്, നിങ്ങളെ അനുഗ്രഹിച്ചത്, നിങ്ങളെ കാവൽ ചെയ്തത്, സഹായിച്ചത്, നിങ്ങളുടെ ജീവിതത്തിൽ സമർത്ഥമായ ഫലമുണ്ടാകാൻ വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു. ദൈവം വരുന്ന സമർത്ഥമായ വിത്ത് ഞങ്ങൾക്ക് തന്നു, ദൈവാത്മാവിൻ്റെ ശുശ്രൂഷ തന്നു, കർത്താവിൻ്റെ ദൈവത്തിൻ്റെ സഭ നിങ്ങൾക്ക് തന്നു, എല്ലാം നിങ്ങൾക്ക് തന്നു. പക്ഷെ നിങ്ങളെന്താ ഈ കാട്ടുമുന്തിരിങ്ങ കായ്ക്കുന്നത്? ഒരു പ്രയോജനമില്ലാത്ത കാട്ടുമുന്തിരിങ്ങ. അത് ആർക്കും പ്രയോജനമില്ല. ജീവിതം കൊണ്ട് എന്ത് പ്രയോജനമാണ് ദൈവത്തിൽ കിട്ടുന്നത്? സ്വന്തമായിട്ട് ചിലപ്പം പ്രയോജനം ഉണ്ടെന്ന് തോന്നുന്നു, പക്ഷേ ദൈവത്തിന് എന്ത് പ്രയോജനമാണുള്ളത്? ഇത് വളരെ ശക്തമായ ഒരു അധ്യായമാണ്. നമുക്ക് അതിനെക്കുറിച്ച് അടുത്ത ക്ലാസ്സിൽ കൂടുതലായിട്ട് ചിന്തിക്കാം. അപ്പം മുന്തിരിത്തോട്ടത്തെക്കുറിച്ചുള്ള പാട്ട്. ഓരോ വ്യക്തിപരമായ ജീവിതത്തെ ദൈവം ചോദിക്കുകയാണ്, ഇനി ഞാൻ എന്താ ചെയ്യാനുള്ളത്? നിനക്ക് വേണ്ടി ഞാൻ എന്താ ചെയ്യാനുള്ളത്? എൻ്റെ കൈ കുറുകിയതോ എൻ്റെ ചെവി മന്ദമായതോ അല്ല. ഞാൻ എന്നും ഇവിടെ തന്നെ ഉണ്ട്, പക്ഷെ നിനക്ക് എന്നെ വേണ്ട. അപ്പോൾ ആ ഒരു വലിയ ഒരു വിങ്ങൽ കാണാം നമുക്കവിടെ. ഇത് നിങ്ങളെ സഹായിക്കട്ടെ. നമുക്ക് തുടരാൻ അടുത്ത പറയാം. താങ്ക് യു.